നമസ്കാരം. ന്യൂസ് മാസിൻ മലയാളത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്ത് അടുത്ത മാസം പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി 1800 കോടി രൂപയാണ് മാറ്റിവെക്കാൻ പോകുന്നത്. മെയ് മാസത്തിൽ 3200 രൂപ പെൻഷനായിരിക്കും അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക. അതായത് 2 ഗഡു പെൻഷൻ വിതരണം ചെയ്യുവാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഒരു ഗഡു കുടിശ്ശികയും അതോടൊപ്പം തന്നെ മെയ് മാസത്തെ പെൻഷനും ഒരുമിച്ചായിരിക്കും അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക. സംസ്ഥാനത്ത് 62 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളാണ് ഇപ്പോൾ പെൻഷൻ ലിസ്റ്റിൽ ഉള്ളത്. മസ്റ്ററിങ് ചെയ്ത എല്ലാ ആളുകൾക്കും, അതായത് ഈ പെൻഷൻ ലിസ്റ്റിൽ മസ്റ്ററിങ് ചെയ്തിട്ടുള്ള എല്ലാ ആളുകൾക്കും കൃത്യമായി ഈ ഒരു 3200 രൂപ അവരുടെ അക്കൗണ്ടുകളിലേക്കായിരിക്കും ആദ്യം എത്തിച്ചേരാൻ പോകുന്നത്. അക്കൗണ്ടുകൾ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക സംസ്ഥാന സർക്കാരോ അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരോ ഒക്കെ നൽകുന്ന പെൻഷൻ തുക എത്തിച്ചേരുകയുള്ളൂ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വിഷുവിന് മുൻപ് തന്നെ ഏപ്രിൽ മാസത്തെ പെൻഷൻ തുക സംസ്ഥാന സർക്കാർ കൊടുത്തു തീർത്തിരുന്നു. ഇനി മെയ് മാസത്തിലെ പെൻഷൻ തുകയാണ് വരുവാനുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ഒരു വർഷമായി കൃത്യമായി തന്നെ എല്ലാ മാസവും സംസ്ഥാന സർക്കാർ 1600 രൂപ വീതം പെൻഷൻ നൽകി വരുന്നുണ്ട്. ഇതിൽ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതത്തിന് അർഹതയുള്ള ആളുകൾക്കാണ് ചിലപ്പോൾ 200 രൂപ മുതൽ 500 രൂപ വരെയൊക്കെ അക്കൗണ്ടുകൾ കുറവ് സംഭവിക്കുന്നത്. ഇത് കേന്ദ്ര സർക്കാർ നേരിട്ട് നമ്മളുടെയൊക്കെ അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിക്കുമെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അറിയിപ്പ്. ബാങ്ക് അക്കൗണ്ടുകളിലേക്കുള്ള പെൻഷൻ വിതരണം നടക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളുടെ സഹകരണ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ വീടുകളിലേക്ക് എത്തി കൈകളിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കുള്ള വിതരണവും നടത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ സംസ്ഥാനത്തുള്ളത്. ഈ രാജ്യത്ത് തന്നെ ഏറ്റവും സമഗ്രമായി പെൻഷൻ പദ്ധതി നടപ്പാക്കി വരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. 1600 രൂപ മറ്റൊരു സംസ്ഥാനത്തും ക്ഷേമ പെൻഷനായി ഇതുവരെ നൽകിയിട്ടില്ല. ഒരുപക്ഷെങ്കിൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്ത് പെൻഷൻ വർധനവിനുള്ള സാഹചര്യമുണ്ട്. ഇതിൻ്റെ കൃത്യമായ അറിയിപ്പുകളൊക്കെ ഉടൻ തന്നെ വരുന്നതായിരിക്കും. നമ്മളുടെ സംസ്ഥാനത്തെയും അതോടൊപ്പം തന്നെ കേന്ദ്രത്തിലെയൊക്കെ പെൻഷൻ വിതരണ അറിയിപ്പുകൾക്കും മറ്റ് ആനുകൂല്യ വിതരണ അറിയിപ്പുകൾക്കുമൊക്കെയായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൂടി കാണുക. താങ്ക്